Good evening, students. Today we can move on to the next topic, that is female pelvis. Fetal skull already നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽ പെൽവിസ് ഓൾറെഡി നമ്മൾ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഫീമെയിൽ പെൽവിസ് എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻറ്റ് ഡയമീറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്സ്, അതായത് നമുക്കറിയാം കുറച്ചധികം ലാൻഡ് മാർക്സ് ഉണ്ട്. അതിലൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ട് എക്സെപ്റ്റ് ദ ഫോളോവിങ് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ലാർജസ്റ്റ് ഡയമീറ്റർ ഏതാണ്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ ഡെഫിനിഷൻ: ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബോഡി സറൗണ്ടഡ് ബൈ ദ പെൽവിക് ബോൺസ് ആൻഡ് ദ inferior elements of the vertebral column. It is a part of the body surrounded by the pelvic bone and the inferior elements of the vertebral column. അതായത് ബോഡിയുടെ ഒരു പാർട്ടാണ്. അത് ഫോം ചെയ്തിരിക്കുന്നത് ലോട്ട്സ് ഓഫ് പെൽവിക് ബോൺസ് വെച്ചിട്ടാണ്. ആൻഡ് അതുപോലെ തന്നെ ഇൻഫീരിയർ എലമെന്റ്സ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം, വെർട്ടിബ്രൽ കോളത്തിന്റെ ഒരു ഇൻഫീരിയർ എലമെന്റ്സ്, ഇൻഫീരിയർ പാർട്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. So it is a part of the body surrounded by the pelvic bones and the inferior elements of the vertebral column. Mainly it is formed by two innominate bones, that is hip bone, sacrum and coccyx. Female pelvis is formed by two innominate bones, sacrum and the coccyx. Okay, the main functions are transmission of the body weight from the vertebral column to the femora. അതായത് നമ്മുടെ ആക്ച്വൽ ബോഡി വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ഫീമെയിൽ പെൽവിസ്, അതായത് പെൽവിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ദ പെൽവിക് വിസറ. പ്രൊട്ടക്ഷൻ ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ആർ ട്രാൻസ്മിഷൻ ഓഫ് ദ ബോഡി വെയിറ്റ് ഫ്രം ദ വെർട്ടിബ്രൽ കോളം ടു ദ ഫിമറ. മെയിൻലി നമ്മുടെ ബോഡി വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്നതിൽ പെൽവിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ദ പെൽവിക് വിസറ, അതായത് പെൽവിക് ഓർഗൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗീവ്സ് അറ്റാച്ച്മെന്റ് ടു ദ മസിൽസ് ഓഫ് ദ ലോവർ ലിംബ് ആൻഡ് ട്രങ്ക്, അതായത് ലോവർ ലിംബും ട്രങ്കും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പെൽവിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഫീമെയിൽ പെൽവിസിന്റെ ഒരു പാർട്ടാണ് ഇഷിയൽ ട്യൂബറോസിറ്റി. ഇഷിയൽ ട്യൂബറോസിറ്റി ഹെൽപ്സ് ഇൻ സിറ്റിംഗ്, നമ്മൾ ചെയറിലിരിക്കുക, അങ്ങനെ സിറ്റിങ്ങിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇഷിയൽ ട്യൂബറോസിറ്റി എന്നുള്ളൊരു പാർട്ട് ഉള്ളത് കൊണ്ടാണ്. നമ്മൾ നിലത്ത് തട്ടുന്നത് ആ ഒരു ബോണി പ്രോമിനന്റ് ആണ്, അതാണ് ഇഷിയൽ ട്യൂബറോസിറ്റി. സോ ദ മെയിൻ ഫങ്ഷൻസ് ആർ ട്രാൻസ്മിഷൻ ഓഫ് ദ ബോഡി വെയിറ്റ് ഫ്രം ദ വെർട്ടിബ്രൽ കോളം ടു ദ ഫിമറ, ദെൻ പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ദ pelvic organ, that is pelvic viscera, and gives attachment to the muscles of lower limb. Then types of pelvis, mainly two types ആണുള്ളത്, true pelvis and the false pelvis. അത് usually 4 types of pelvis ഉണ്ട്, different varieties of pelvis എന്ന് പറഞ്ഞാൽ 4 types ഉണ്ട്. Mainly 2 types of pelvis, that is false pelvis and the true pelvis. ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു ഏരിയനെയാണ് ഫോൾസ് പെൽവിസ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ലാറ്ററൽ പോർഷൻ ആണ്. മെയിൻ പെൽവിസിന്റെ ഒരു മെയിൻ പാർട്ട് എടുക്കുമ്പോൾ ലാറ്ററൽ റീജിയനിൽ കാണുന്നതാണ്. കാരണം ഇതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും തന്നെ ഇല്ല. അതായത് ഒരു ലേബർ പ്രോസസ് എടുക്കാന്നുണ്ടെങ്കിൽ അത്രയധികം ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഇല്ല കമ്പയർ ടു ബാക്കി പാർട്സ്. ദെൻ ഈ റൗണ്ട് കളറിൽ, ഒരു യെല്ലോയിഷ് കളറിൽ കാണുന്ന പാർട്ടിനെയാണ് നമ്മൾ ട്രൂ പെൽവിസ് എന്ന് പറയുന്നത്. ഇതിലാണ് കുഞ്ഞ് വന്നിട്ട് എൻഗേജ്ഡ് ആവുന്നത്, ആണ് ക്യാവിറ്റി, അവിടെ കുഞ്ഞ് വന്ന് ബ്രിം, ആ ഒരു ഏരിയ കുഞ്ഞിന്റെ ഹെഡ് വന്ന് എൻഗേജ്ഡ് ആവുന്നത്. സോ അതിനൊരു ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒബ്സ്റ്റട്രിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ ട്രൂ പെൽവിസ് എന്ന് പറയുന്നത്. സോ ദ ഫോൾസ് പെൽവിസ് ഇറ്റ് ഹാസ് ലിറ്റിൽ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അതായത് ഇത് ലാറ്ററൽ റീജിയൻസ് അല്ലേ, കൂടുതലായിട്ടും ലാറ്ററൽ പോർഷൻസ് ആണ്, അതായത് പാർട്ട് ഓഫ് അബ്ഡോമിനൽ ക്യാവിറ്റി ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ പോസ്റ്റീരിയർലി ബൈ ദ ലംബാർ വെർട്ടിബ്ര, ലാറ്ററലി ബൈ ദ ഇലിയാക് ഫോസെ, ഇലിയാക് മസിൽസ്, ഇതൊക്കെ എന്തൊക്കെയാണ് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ആൻഡ് ആന്റീരിയർലി ബൈ ദ ലോവർ പാർട്ട് ഓഫ് ദ ആന്റീരിയർ അബ്ഡോമിനൽ മാർഗ്. ഓർത്ത് വയ്ക്കുക, ഫോൾസ് പെൽവിസ് അനദർ നെയിം ഈസ് ഗ്രേറ്റർ പെൽവിസ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ലിറ്റിൽ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ പാർട്ട് ഓഫ് അബ്ഡോമിനൽ ക്യാവിറ്റി. ഓക്കെ, ദെൻ ട്രൂ പെൽവിസ്. ട്രൂ പെൽവിസിനാണ് ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. ഇറ്റ് ഹാസ് ഇൻലെറ്റ്, ക്യാവിറ്റി ആൻഡ് ഔട്ട്ലെറ്റ്. ഇൻലെറ്റ് ഉണ്ട്, ക്യാവിറ്റി ഉണ്ട്, ഔട്ട്ലെറ്റ് ഉണ്ട്. ഏറ്റവും താഴത്തെ ഒരു പോർഷൻ, മൊത്തം ഒരു പെൽവിസിന്റെ ഇഷിയൽ ട്യൂബറോസിറ്റി അടങ്ങുന്ന ആ ഒരു താഴത്തെ ഒരു പോർഷൻ നമ്മൾ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ദെൻ ഓക്കെ, mainly the female pelvis is formed by two innominate bones, that is hip bones, sacrum and the coccyx.
Female pelvis is formed by two innominate bones, sacrum and coccyx. The two innominate bones ഏതൊക്കെയെന്ന് നോക്കാം. The innominate bones are made up of three bones. നമ്മൾ ഓൾറെഡി പറഞ്ഞു two innominate bones ഉണ്ട്, sacrum and the coccyx ആണ് ഫീമെയിൽ പെൽവിസിന്റെ അകത്തുള്ള മെയിൻ ബോൺസ് അത് ഫോം ചെയ്തിരിക്കുന്നത്. ആ two innominate bones ഫോം ചെയ്തിരിക്കുന്നത് മെയിൻലി ബൈ ത്രീ ബോൺസ് ആണ്, ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിക് ബോൺ. ഈ ഒരു ബ്രൗണിഷ് യെല്ലോ കളറിൽ വരുന്ന റീജിയൻ ആണ് ഇലിയം, ദെൻ ഇഷ്യം, ദെൻ പ്യൂബിക് ബോൺ. ഓക്കെ, innominate bones are formed by three bones, ilium, ischium and the pubic bone. ഈ ഒരു ഏരിയയിൽ നിന്നും അതുപോലെ except the following വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. Then this is the anterior view and the posterior view of the pelvis. Okay. Then ilium. Ilium is the flared out part. അതായത് നമ്മൾ ഇടുപ്പിൽ കൈവെക്കുന്ന സമയത്ത് നമ്മുടെ കൈ റെസ്റ്റ് ചെയ്യുന്ന റീജിയൻ അതിനെയാണ് നമ്മൾ അതൊരു ഇലിയത്തിന്റെ പാർട്ടാണ്, അതിനെ നമ്മൾ ഇലിയ ക്രസ്റ്റ് എന്നാ പറയുന്നത്. അതായത് ദിസ് അപ്പർ ബോർഡർ ഓഫ് ദ ഇലിയം ഈസ് നോൺ ആസ് ഇലിയ ക്രസ്റ്റ്. ദെൻ കോൺകേവ് ബോർഡർ ഓഫ് ദ ഇലിയത്തിന്റെ ഒരു കോൺകേവ് സർഫസ് ഒരു ഇന്നർ സർഫസ് കുറച്ചുകൂടെ കുഴിഞ്ഞിരിക്കുന്ന ഏരിയയാണ് നമ്മൾ ഇലിയാക് ഫോസ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ, ആന്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ, അതായത് ഇലിയത്തിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് കാണുന്ന ഒരു ബോണി പ്രോമിനന്റ് ആണ് ഇലിയാക് സ്പൈൻ. അതായത് ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ ആന്റീരിയർ വ്യൂ ആണ്, നമ്മുടെ ഫ്രണ്ടിലാണ്. സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ മേലെ. അപ്പൊ ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലിയാക്രസ്റ്റിന്റെ എൻഡിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് കാണുന്ന ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ. ആൻഡ് അതിന്റെ തൊട്ട് താഴെ, ഈ പിക്ചറിൽ അത്ര നന്നായിട്ട് കാണാൻ പറ്റില്ല, എന്നാലും അതിന്റെ തൊട്ട് താഴെയായിട്ട് ആന്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ. അതിന്റെ പോസ്റ്റീരിയർ വ്യൂ എടുക്കാന്നുണ്ട്, പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ, പോസ്റ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ, അങ്ങനെ 4 ബോണി പ്രോമിനൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ദിസ് ഇസ് ഇലിയം, ഇലിയാക് ക്രസ്റ്റ്, ഇലിയാക് സ്പൈൻ, ഇതാണ് ബോണി പ്രോമിനൻസ്. ഓക്കെ, ദെൻ ഇഷ്യം. ഇഷ്യം ഇസ് ദ തിക്ക് ലോവർ പാർട്ട് ഓഫ് ദ ഹിപ്പ് ബോൺ. ഹിപ്പ് ബോണിന്റെ ഏറ്റവും തിക്ക് ആയിട്ടുള്ള ലോവർ പാർട്ട്. നമ്മൾ അപ്പർ റീജിയൻ ആണ് ഇലിയം പറഞ്ഞത്, ഇഷ്യം എന്ന് പറഞ്ഞാൽ തിക്ക് ലോവർ പാർട്ട്. ആൻഡ് ഇറ്റ് ഹാസ് ദ ഫോളോവിംഗ് പാർട്ട്: അസിറ്റബുലം, ഇഷ്യൽ ട്യൂബറോസിറ്റി, ഇഷ്യൽ സ്പൈൻ, ഒബ്റ്റുറേറ്റർ ഫോറാമൻ. ഓക്കെ, അസെറ്റാബുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അറിയില്ലേ? അപ്പൊ നമ്മൾ ഫീമർ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു റൗണ്ട് പോർഷൻ, ഫീമറിന്റെ എൻഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന്റെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അസെറ്റാബുലം, ഈ ഗ്രീൻ കളറിൽ. ആൻഡ് ഇഷിയൽ സ്പൈൻ, ഉള്ളിലേക്കായിട്ടുള്ള ഒരു ഇൻവേർഡ് പ്രൊജക്ഷൻ, ഇഷ്യത്തിന്റെ ഉള്ളിലേക്കായിട്ടുള്ള ഒരു ഇൻവേർഡ് പ്രൊജക്ഷനെയാണ് നമ്മൾ ഇഷിയൽ സ്പൈൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ലേബർ കുഞ്ഞിന്റെ ഹെഡ് വന്നിട്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഫീറ്റൽ സ്റ്റേഷൻ ഒക്കെ മാർക്ക് ചെയ്യുന്നത് -1, -2, -3, അങ്ങനെ നമ്മൾ വജനൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമ്മളത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈ ഇഷ്യൽ സ്പൈനും കുഞ്ഞിന്റെ ഹെഡും തമ്മിലുള്ള ആ റിലേഷൻ വെച്ചിട്ടാണ് സ്റ്റേഷൻ പറയുന്നത്. ദെൻ ഒബ്റ്റുറേറ്റർ ഫോറാമൻ, ഈ ഒരു റൗണ്ട് ഷേപ്പിലല്ല ഓപ്പൺ ആയിട്ടുള്ള റീജിയൻ, ഇതാണ് ഒബ്റ്റുറേറ്റർ ഫോറാമൻ എന്ന് പറയാം. ഇതിലൂടെയാണ് ഒരുപാട് നെർവ് ഫൈബേഴ്സ് എല്ലാം പാസ് ചെയ്യുന്നത്. ദെൻ ഇഷ്യൽ ട്യൂബറോസിറ്റി, നമ്മളെ സിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ബോണി ഏരിയയാണ് ഇഷ്യൽ ട്യൂബറോസിറ്റി. ഓക്കെ, ദെൻ പ്യൂബിക് ബോൺ. പ്യൂബിക് ബോൺ, the two pubic bones are form the anterior part of the hip bone. അതായത് നമ്മുടെ ഹിപ്പ് ബോണിന്റെ ആന്റീരിയർ പാർട്ട്, ഏറ്റവും ഫ്രണ്ടിലുള്ള റീജിയനെയാണ് ക്യൂബിക് ബോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രണ്ടില് ആന്റീരിയർ ആണ്, ഏറ്റവും ഫ്രണ്ടിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ ആന്റീരിയർ പാർട്ട് ഓഫ് ദി ഹിപ്പ് ബോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ദ ഫോളോവിംഗ് പാർട്ട്: ഇൻഫീരിയർ റാമി ഓഫ് ദി പ്യൂബിക് ബോൺ, സുപ്പീരിയർ റാമി ഓഫ് ദി പ്യൂബിക് ബോൺ. അതായത് പ്യൂബിക് ബോണിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ബ്രോണി പ്രോമിനന്റ് ഉണ്ട്, അതിനെയാണ് ഇൻഫീരിയർ റാമി, സുപ്പീരിയർ റാമി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിംഫൈസിസ് പ്യൂബിസ്, അതായത് രണ്ട് ബോൺസ് തമ്മിൽ ജോയിൻ ചെയ്തത്. ഇറ്റ് ഇസ് ഫോംഡ് ബൈ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ടു പ്യൂബിക് ബോൺസ്. രണ്ട് പ്യൂബിക് ബോൺസ് പിക്ചറിൽ കാണാം, രണ്ട് പ്യൂബിക് ബോൺസ് രണ്ട് സൈഡിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്തു, ഏറ്റവും സെന്ററിൽ സിംഫൈസിസ് പ്യൂബിസ്. ഓക്കെ, ദെൻ സാക്രം. സാക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഡ് ഷേപ്ഡ് ആയിട്ടാണ് കാണുന്നത്. വെഡ് ഷേപ്ഡ്, ഇറ്റ് ഈസ് എ വെഡ് ഷേപ്ഡ് ബോൺ മേഡ് അപ്പ് ഓഫ് 5 ഫ്യൂസ്ഡ് വെർട്ടിബ്രേസ്. ഈ പിക്ചറിൽ കാണാം 5 ഫ്യൂസ്ഡ് വെർട്ടിബ്രേസ് ആണ്. നമുക്ക് 1, 2, 3, 4 കൗണ്ട് ചെയ്യാം. 5 ഫ്യൂസ്ഡ് വെർട്ടിബ്രേസ് വെച്ചിട്ടാണ് സാക്രം ഫോം ചെയ്തിരിക്കുന്നത്.
And it has the following parts: sacral premonitory, sacroiliac joint, wing or ala, and the hollow of the sacrum. Sacral premonitory എന്ന് പറഞ്ഞാൽ upper margin of the sacrum ആണ്, sacral vertebrae ആണ്. ഓക്കെ, ഈ ഒരു അപ്പർ പാർട്ടിനെയാണ് സാക്രൽ പ്രമോണ്ടറി എന്ന് പറയാം. ദെൻ വിങ് ഓർ ആല, വിങ് ഓർ ആല, അതുപോലെ തന്നെ സാക്രോ ഇലിയാക് ജോയിന്റ്. സാക്രോ ഇലിയാക് ജോയിന്റ് എന്ന് പറഞ്ഞാൽ സാക്രം ഇലിയോ ആയിട്ട് കണക്ട് ചെയ്യുന്നത്, ഇവിടെയാണ് സാക്രോ ഇലിയാക് ജോയിന്റ് വരിക. സോ ഈ ഒരു ഹോൾസ് പോലുള്ള ഏരിയ വിങ് ഓർ ആല. ഓക്കെ, ദെൻ ഈ ഒരു കോൺകേവ് ആയിട്ട് കാണുന്ന ഈ ഒരു ഒഴിഞ്ഞ പോർഷനാണ് ഹോളോ ഓഫ് സാക്രം എന്ന് പറയുന്നത്, കുറച്ച് ഇൻവേർഡ് ആയിട്ടുള്ള പ്രൊജക്ഷൻ. ദിസ് ഇസ് അപ്പിയറൻസ് ഓഫ് സാക്രം. സാക്രം ഉണ്ട്, അതിന്റെ അറ്റത്ത് കോക്കിക്സ് ഉണ്ട്. 5 ഫ്യൂസ്ഡ് വെർട്ടിബ്രേസ് ആണ് സാക്രൽ പ്രമോണ്ടറി. നമുക്ക് കാണാം വിങ് ഓർ ആല. ദെൻ കോക്കിക്സ്. കോക്കിക്സ് ഈസ് സാക്രം കഴിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു പോർഷനെയാണ് കോക്കിക്സ് എന്ന് പറയാം. കോക്കിക്സ് ഈസ് വെസ്റ്റീജിയൽ ടെയിൽ. വെസ്റ്റീജിയൽ ടെയിൽ ആണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ഫ്യൂസ്ഡ് വെർട്ടിബ്രേസ്. സ്മോൾ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ബോൺ ആണ്. ഷേപ്പ് ചോദിക്കാം. കോക്കിക്സിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പ് ആണ്. സാക്രത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ വെഡ്ജ് ഷേപ്പ്. ഓക്കെ, ഇതിനകത്ത് കാണാം 4 ഫ്യൂസ്ഡ് വെർട്ടിബ്രേസ്. 1 2 3 4 കൗണ്ട് ചെയ്യാം. 4 ഫ്യൂസ്ഡ് വെർട്ടിബ്രേസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ട്രയാങ്കുലർ ഇൻ ഷേപ്പ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ആർട്ടിക്കുലേറ്റഡ് വിത്ത് ദ സാക്രം. അതായത് സാക്രം ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ കോക്കിക്സ് മൂവ്സ് ബാക്ക്വേർഡ് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്. ചൈൽഡ് ബർത്തിന്റെ സമയത്ത് കോക്കിക്സ് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നത് എന്തിനാണ്? കുഞ്ഞിന്റെ ഹെഡ് താഴോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കോക്കിക്സ് പുറകോട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ദ പെൽവിക് ജോയിന്റ്സ്. അതായത് ഈ ഒരു ബോൺസിനെ എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ജോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ദ പെൽവിക് ജോയിന്റ്സ് ആർ sacroiliac joint, one pubic symphysis pubis joint, one sacrococcygeal joint. Sacroiliac joint, one pubic joint, and one sacrococcygeal joint. Two sacroiliac joint. Two sacroiliac joint എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഇലിയ ഉണ്ട്. റൈറ്റ് സൈഡിലും ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. അപ്പോൾ ഈ ഇലിയോ ആയിട്ട് സാക്രം കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2 sacroiliac joints ആണ് ഉള്ളത്. They connect the spine to the pelvis and are the strongest joints in the body. ബോഡിയിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ജോയിന്റ്സ് ആണ് sacroiliac joint. നമുക്ക് 2 ഇലിയ ഉണ്ട്, 2 റൈറ്റിലും ലെഫ്റ്റിലും ഉണ്ട്. അതുകൊണ്ട് ഈ റൈറ്റിലും ലെഫ്റ്റിലെ പാർട്സ് സാക്രമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് sacroiliac ജോയിന്റുമായിട്ടാണ്. ഓക്കെ, ദെൻ 1 pubic symphysis pubis joint ആണ്. അതായത് സിംഫൈസിസ് പ്യൂബിസ് ആണ് ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്നത്. ആ സിംഫൈസിസ് പ്യൂബിസിനെ കണക്ട് ചെയ്തിരിക്കുന്ന ജോയിന്റ് ആണ് എന്ത്? സിംഫൈസിസ് പ്യൂബിക് ജോയിന്റ്. ആൻഡ് ഇറ്റ് ഈസ് എ കാർട്ടിലേജിനസ് ജോയിന്റ് ബിറ്റ്വീൻ 2 പ്യൂബിക് ബോൺസ്. 2 സൈഡിലും പ്യൂബിക് ബോൺസ് ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇത് രണ്ടിലും കണക്ട് ചെയ്തിട്ട് സിംഫൈസിസ് പ്യൂബിസിനായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ജോയിന്റ് ആണ് സിംഫൈസിസ് പ്യൂബിസ് ജോയിന്റ്. ഓക്കെ, 1 സാക്രോകോക്കീജിയൽ ജോയിന്റ്. അതായത് സാക്രം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് കോക്കിക്സ് ഉണ്ട്, അതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതാണ് സാക്രോകോക്കീജിയൽ ജോയിന്റ്. ഇറ്റ് ഈസ് എ hinge joint between sacrum and the coccyx. Then ligaments. അതായത് ഈ ബോൺസിനെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ലിഗമെന്റ്സും കൂടെ വേണം, എന്നാലേ ബോൺസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ എന്തൊക്കെയാണ് ജോയിന്റ്സ് നോക്കാം. സോ ഇമ്പോർട്ടൻറ്റ് പെൽവിക് ലിഗമെന്റ്സ് ആർ sacroiliac joint, pubic ligament, sacroiliac ligament, pubic ligament, sacrospinous ligament, sacrococcygeal ligament. അതായത് sacroiliac jointന്റെ അടുത്ത് നിൽക്കുന്നതാണ് sacroiliac ligament. pubic regionൽ കാണുന്നത് 2 pubic ബോൺസിനായിട്ട് മീറ്റ് ചെയ്ത് ഒരുമിച്ച് നിർത്താൻ പറ്റുന്നതാണ് pubic ligament. then sacrospinous ligament, അതായത് sacro അതുപോലെ തന്നെ ischial spine ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് sacrospinous ligament. then
സാക്രോ കോക്കീജിയൽ ലിഗമെന്റ്, അതായത് സാക്രോ കോക്കിക്സും തമ്മിലുള്ള ചേർത്ത് നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ലിഗമെന്റ് ആണ് സാക്രോ കോക്കീജിയൽ ലിഗമെന്റ്. ദെൻ ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്സ്, നേരത്തെ പറഞ്ഞു എക്സെപ്റ്റ് ദ ഫോളോവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന റീജിയൻ ആണ് ലാൻഡ്മാർക്സ്. അതായത് മെയിൻ ലാൻഡ്മാർക്സ് ഓഫ് ദ പെൽവിസ് ആർ സാക്രൽ പ്രമോണ്ടറി, വിങ് ഓർ ആല, സാക്രോയിലിയക് ജോയിന്റ്, ഇലിയോപെക്ടീരിയൽ ലൈൻ, ഇലിയോപെക്ടീരിയൽ എമിനൻസ്. അതായത് ഇലിയത്തിന്റെ അവിടെ കുറച്ചുകൂടി ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഷാർപ്പ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്, അതിനാണ് ഇലിയോപെക്ടീരിയൽ ലൈൻ. അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബോണി പ്രോമിനന്റ് ആണ് ഇലിയോപെക്ടീരിയൽ എമിനൻസ്. ദെൻ pubic tubercle, pubic crest, then symphysis pubis. Then diameters of the brim. ബ്രിമ്മിന്റെ ഡയമീറ്റേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. അതായത് ആന്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഉണ്ട്, ഒബ്ലിക് ഡയമീറ്റർ ഉണ്ട്. എ പി ഡയമീറ്റർ ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഉണ്ട്, ദെൻ ഒബ്ലിക് ഡയമീറ്റർ ഉണ്ട്. Then anterior posterior diameter, that is AP diameter. It is a line from the sacral promontory to the upper border of the symphysis pubis. Sacral promontory നമ്മൾ എന്താന്ന് കണ്ടു അല്ലെ, സാക്രത്തിന്റെ ഏറ്റവും മേലെ ഇരിക്കുന്ന ആ ഒരു പോർഷനാണ് സാക്രൽ പ്രമോണ്ടറി എന്ന് പറയുന്നത്. സാക്രൽ പ്രമോണ്ടറിയിൽ നിന്നും അപ്പർ ബോർഡർ ഓഫ് ദ സിംഫൈസിസ് പിബിസിലേക്ക് ഉള്ള ഡയമീറ്ററിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എ പി ഡയമീറ്റർ. കഴിഞ്ഞ സ്ലൈഡ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ ഓക്കെ നോക്കട്ടെ. ഇതല്ലേ അപ്പർ ബോർഡർ, ഇതാണ് സാക്രൽ പ്രമോണ്ടറി. ഇവിടെ നിന്ന് അപ്പർ ബോർഡർ ഓഫ് ദ സിംഫൈസിസ് പിബിസ്, ഇതാണ് ആന്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ എ പി ഡയമീറ്റർ. കഴിഞ്ഞ സ്ലൈഡിലേക്ക് തിരിച്ചു പോവാം. സോ ആന്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ 11 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത് വരുന്നത്. ദെൻ ഡയഗണൽ കോഞ്ച്, ബാക്കി ഡയമീറ്റേഴ്സ് ആണ് 3 ടൈപ്സ് ആണുള്ളത്. ഡയഗണൽ കോഞ്ചുഗേറ്റ്, ഒബ്സ്റ്റട്രിക്കൽ കോഞ്ചുഗേറ്റ്, ദെൻ ട്രൂ കോഞ്ചുഗേറ്റ്. Diagonal conjugate ആണ് distance between the lower border of the symphysis pubis to the midpoint of the sacral promontory. അതായത് മറ്റേത് നമ്മൾ 11 സെന്റിമീറ്റർ പറഞ്ഞു അല്ലെ, എ പി ഡയമീറ്റർ. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് 12 സെന്റിമീറ്റർ ആണുള്ളത്. Then obstetric conjugate എന്ന് പറഞ്ഞാൽ distance between the midpoint of the sacral promontory to the bony projection. Okay. Then true conjugate. True conjugate is extends from the sacral promontory to the symphysis pubis and its normal measurement is 11 centimeter or more. Okay. Then transverse diameter is distance between the farthest point of the pelvic brim over the iliopectoral line. Iliopectoral line എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലൈഡിലേക്ക് ഒന്നുകൂടെ പോവാം. ഇലിയം, ഇവിടെ ആയിട്ടാണ് ഇലിയോപെക്ടീരിയൽ ലൈൻ വരിക. അതുപോലെ തന്നെ ഇലിയോപെക്ടീരിയൽ എമിനൻസ് എന്ന ഇവിടെ ഒരു ബോണി പ്രോമിനന്റ് വരും. അതായത് ഈ രണ്ട് ഇലിയോപെക്ടീരിയൽ ലൈൻ തമ്മിലുള്ള ഇതാണ് എന്ത്, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. ഓക്കെ, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. So transverse diameter is the farthest point of the pelvic ring over the iliopectoral line. Then oblique diameter, it starts from the sacroiliac joint to the opposite iliopubic eminence. അതായത് ഒരു സാക്രോയിലിയാക് ജോയിന്റിൽ നിന്നും, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ സാക്രോയിലിയാക് ജോയിന്റിൽ നിന്നും റൈറ്റ് സൈഡിലെ പ്യൂബിക് എമിനൻസിലേക്കുള്ള ആ ഒരു ഡയമീറ്റർ ഒബ്ലിക് ചെരിഞ്ഞു പോകുന്നതിനെയാണ് എന്ത് പറയണത്, ഒബ്ലിക് ഡയമീറ്റർ. ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ. Then so this is the appearance of diameters. നമ്മൾ പറഞ്ഞു എ പി ഡയമീറ്റർ, ആന്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ പറഞ്ഞു, ആന്റീരിയർ പോസ്റ്റീരിയർ പറഞ്ഞു, ട്രാൻസ്വേഴ്സ് പറഞ്ഞു, ഇലിയോപെക്ടീരിയൽ ലൈൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. ദെൻ ഒബ്ലിക് ഡയമീറ്റർ, അതായത് ഇത് നോക്കാന്നുണ്ടെങ്കിൽ റൈറ്റ് ഒബ്ലിക് ഡയമീറ്റർ ആണ്. അതായത് റൈറ്റ് സാക്രോയിലിയക് ജോയിന്റിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇലിയോപെക്ടീരിയൽ എമിനൻസിലേക്കുള്ള ആ ഒരു ദൂരം, അതാണ് റൈറ്റ് സാക്രോയിലിയക് ജോയിന്റ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സാക്രോയിലിയക് ജോയിന്റ്, അല്ല ലെഫ്റ്റ് ഒബ്ലിക് ഡയമീറ്റർ, സോറി,
റൈറ്റ് ഒബ്ലിക് ഡയമീറ്റർ എന്ന് പറഞ്ഞു, ലെഫ്റ്റ് ഒബ്ലിക് ഡയമീറ്റർ. ഓക്കെ, സോ അതിന്റെ മെഷർമെന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു അപ്പിയറൻസ് ആണ് AP ഡയമീറ്റർ. എല്ലാം ഇതിനകത്ത് കറക്റ്റ് ഇതിന്റെ ഡയമീറ്റേഴ്സ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ കാണുമ്പോൾ ഒന്നുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ദെൻ ഇതാണ് ഓവറോൾ ഡയമീറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഇതാണ് AP ഡയമീറ്റർ 11, 12, 13, 12, 12, 12. ദെൻ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ നമ്മൾ 13, 12, 11. ഇങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെക്കാൻ. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് പെൽവിസ്. ബാക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രൂ പെൽവിസും ഫോൾസ് പെൽവിസും പറഞ്ഞു അല്ലേ. അത് മെയിൻ ഒരു സ്ട്രക്ചർ ആണ്, മെയിൻ ഏരിയാസ് ആണ്. 3 അല്ലെങ്കിൽ 4 വെറൈറ്റീസ് ഓഫ് പെൽവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഗൈനക്കോയിഡ് പെൽവിസ്. ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ട് ഒരു 50% നമുക്ക് കാണുന്ന ഒരു പെൽവിസിനാണ് ഗൈനക്കോയിഡ് പെൽവിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ഫീമെയിൽ പെൽവിസ്. ഫീമെയിൽ പെൽവിസ് എന്നാണ് ഇതിനെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ദ ചൈൽഡ് ബർത്ത്. ചൈൽഡ് ബർത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പെൽവിസ് ആണ് ഗൈനക്കോയിഡ് പെൽവിസ്. ഇറ്റ് ഹാസ് വൈഡർ ബ്രിം. അതുപോലെ തന്നെ ഇഷിയൽ സ്പൈൻസ് ആർ ബ്ലണ്ട്. ഇഷിയൽ സ്പൈൻസ് കണ്ടിട്ടുള്ള ആ ഒരു ദൂരം കണ്ടോ. അതുപോലെ തന്നെ സബ് പ്യൂബിക് ആംഗിൾ ഈസ് 90 ഡിഗ്രി. അപ്പൊ ഓർത്ത് വെക്കുക, ഗൈനക്കോയിഡ് പെൽവിസ് ആണ് 50% കാണുന്നത്. ഫീമെയിൽ പെൽവിസ് ഈസ് നോൺ ആസ് ഗൈനക്കോയിഡ് പെൽവിസ്. എന്തിനു വേണ്ടിയിട്ടാണിത്, എങ്ങനെയാണ് ഫീമെയിൽ പെൽവിസ് എന്ന് വിളിക്കാൻ കാരണം മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദ ചൈൽഡ് ബർത്ത്. ദെൻ ആന്ത്രോയിഡ് പെൽവിസ്. ആന്ത്രോയിഡ് പെൽവിസ് എന്ന് എബൌട്ട് ഒരു 25% മാത്രമേ കാണുന്നുള്ളൂ. ഇതിന്റെ ഷേപ്പ് നോക്കുക, ഗൈനക്കോയിഡ് പെൽവിസ് പോലെയല്ല, കുറച്ച് ഓവൽ ഷേപ്പാണ്, ഒരു മുട്ടയുടെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലെ. സോ ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഈസ് ഷോർട്ടർ. ഒരു ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്തായിരുന്നു, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന ഡയമീറ്റർ, അത് കുറച്ചുകൂടെ ഷോർട്ട് ആയിരിക്കും. ആൻഡ് സീൻ ഇൻ ടോൾ വുമൺ വിത്ത് നാരോ ഷോൾഡേഴ്സ്. അതായത് ടോൾ വുമൺ, നാരോ ഷോൾഡേഴ്സ് ഉള്ള ആളുകളിലാണ് ഇത് കുറച്ചുകൂടെ കാണുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ്, അതായത് തേർഡ് വൺ ഈസ് ആൻഡ്രോയിഡ് പെൽവിസ്. ആൻഡ്രോയിഡ് പെൽവിസ് ഈസ് 20% ആണ് ഇത് കാണുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് മെയിൽ പെൽവിസ്. അതായത് ആണുങ്ങളിൽ കൂടുതലായിട്ടും കാണുന്ന പെൽവിസ് ആൻഡ്രോയിഡ് പെൽവിസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാർട്ട് ഷേപ്ഡ് ബ്രിം ആണ്. ഇതിന് കുറച്ചുകൂടെ ഷേപ്പ് നോക്കാം, കണ്ടോ, ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഇത് കാണുന്നത് ആൻഡ്രോയിഡ്. അപ്പൊ ഷേപ്സ് വെച്ചിട്ടാ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓവൽ ഷേപ്പിലുള്ള പെൽവിസ് ഏതാണ്, അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിലുള്ള പെൽവിസ് ഏതാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് ആന്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ ഈസ് ഷോർട്ടർ. കുറച്ച് ഓവൽ ഷേപ്പ് അല്ലേ, അതായത് ഒരു ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് ഈ ഒരു റീജിയൻ കുറച്ച് കുഴിഞ്ഞിരിക്കും. അപ്പൊ ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഷോർട്ട് ആയിരിക്കും, AP ഡയമീറ്റർ. ദെൻ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഈസ് വൈഡർ. കാരണം നമുക്ക് ഈ ഒരു റീജിയൻ, ഇങ്ങനെയല്ലേ നമ്മൾ ലവ് വരയ്ക്കുന്നത്, അപ്പൊ ഈ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൈഡർ ആയിരിക്കും. ഓക്കെ, ദെൻ ചൈൽഡ് ബർത്ത് ഈസ് ഡിഫിക്കൽട്ട്. ചൈൽഡ് ബർത്ത് എന്താണ്, ഡിഫിക്കൽട്ട് ആണ്. ദെൻ ചൈൽഡ് ബർത്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പെൽവിസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയും ആൻഡ്രോയിഡ് പെൽവിസ്. ഓക്കെ, കാരണം അത് മെയിലാണ് കൂടുതലായിട്ടും കാണുന്നത്. ദെൻ പ്ലാറ്റിപ്പെലോയിഡ് പെൽവിസ്. പ്ലാറ്റിപ്പെലോയിഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് പെൽവിസ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് അബൌട്ട് 5%. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് പെൽവിസ് ഈസ് റയർ. ഈ ഒരു ടൈപ്പ് ഓഫ് പെൽവിസ് എന്നാൽ ഭയങ്കര റയർ ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കിഡ്നി ഷേപ്ഡ് ബ്രിം ആയിരിക്കും. കുറച്ചൊരു ഇടുങ്ങിയ ഒരു ടൈപ്പ് പെൽവിസ് ആണ്. ആൻഡ് AP ഡയമീറ്റർ ഈസ് കുറച്ചുകൂടെ സ്മോൾ ആണ്, കുറച്ചൊരു ഒതുങ്ങിയൊരു പരിവായതുകൊണ്ട് AP ഡയമീറ്റർ കുറച്ചുകൂടെ ഷോർട്ട് ആണ്. ആൻഡ് ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഈസ് വൈഡർ. ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്താണ്, കുറച്ചുകൂടെ വൈഡർ അല്ലേ, കാരണം ഇതാ നോക്കൂ, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ കുറച്ചുകൂടെ വൈഡർ ആണ്. ആൻഡ് നോട്ട് കണ്ടക്റ്റീവ് ടു ദ വജൈനൽ ഡെലിവറി. വജൈനൽ ഡെലിവറി ഇതിനകത്ത് ഒട്ടും പോസിബിൾ അല്ല. ഓക്കെ, സോ ദിസ് ഇസ് എ സമ്മറി ഓഫ് 4 ടൈപ്പ് ഓഫ് പെൽവിസ്. റൗണ്ട് ഉണ്ട്, ഹാർട്ട് ഷേപ്പ് ഉണ്ട്, ദെൻ ഓവൽ ഷേപ്പ് പറഞ്ഞു, ദെൻ ട്രാൻസ്വേഴ്സ് ഓവൽ. ഇത് വേറെ പേരുകളാണ് കേട്ടോ, അതുപോലെ ഷേപ്സുകളാണ്. ഓക്കെ, സോ വി ക്യാൻ സമ്മറൈസ് ദ ടോപ്പിക്. നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഫീമെയിൽ പെൽവിസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. So female pelvis is a part of the body
surrounded by the pelvic bones and the inferior elements of the vertebral column. Important functions എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, and it is formed by the two innominate bones, sacrum and the coccyx. And the important functions are transmission of the body weight and the protection of the pelvic organs and give attachment to the muscles of the lower limb and the trunk. Okay. Types of pelvis, true pelvis and the false pelvis. False pelvis is lesser clinical importance and it is a part of abdominal cavity. And the true pelvis, it is in cylindrical shape and it has inlet cavity and outlet. And mainly the female pelvis is formed by two innominate bones, sacrum and the coccyx. The innominate bones are formed by three bones, ilium, ischium and the pubic bone. And the ilium is the flared out part and iliac crest is the upper bone. നമ്മൾ ഹാൻഡ് റെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ ഇടുപ്പിൽ കൈ വയ്ക്കുമ്പോൾ ഹാൻഡ് റെസ്റ്റ് ചെയ്യുന്നത് ഇലിയാക് ക്രസ്റ്റിലാണ്. And the concave border is known as iliac fossa. And ischium is the thick lower part of the hip bone and it has the following parts: acetabulum, ischial tuberosity, ischial spine and obturator foramen. Okay, then pubic bone, two pubic bone form the anterior part of the hip bone. Okay, then sacrum is formed by 5 fused vertebrae and it has the following parts: sacral promontory, sacroiliac joint, wing or ala and the hollow of the sacral concave surface. Okay. Then coccyx is formed by 4 fused vertebrae. It is vestigial tail and it is triangular in shape. Then important pelvic joint, sacroiliac joint, 1 pubic symphysis joint, 1 sacrococcygeal joint. Okay. Then ligaments are sacroiliac ligament, pubic ligament, sacrospinous ligament, sacrococcygeal ligament. Then important landmarks are sacral promontory, wing or ala, sacroiliac joint, iliopectineal line, iliopubic eminence, pectineal line, pubic tubercle and pubic crest, then symphysis pubis. Then diameters are mainly anterior posterior diameter, oblique diameter and the transverse diameter. Okay. The main diameters. Then the main types of pelvis: gynecoid pelvis, android pelvis and platypelloid pelvis. Depending upon the shape, we can say it is gynecoid pelvis is round shape, then android pelvis is heart shaped, then anterior posterior oval diameter, then transverse oval diameter, platypelloid pelvis. Okay. Thank you.